ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയല്ല, 3 പ്രത്യേകതകളുണ്ട്. അതായത് ഇന്ന് 26/11 മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് 17 വർഷം തികഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ ഭരണഘടനാ ദിനമാണ്. അതുപോലെ തന്നെ സ്ത്രീധന വിരുദ്ധ ദിനം കൂടെയാണ് ഇന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ടായ, അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പിൽ ഇന്നൊരു ഈ 3 ദിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാർഡ് വന്നു. വിവിധ ന്യൂസുകളുടെ ന്യൂസ് കാർഡുകൾ, ഇത് ഇന്ന ദിനമാണ് ഇന്ന് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ന്യൂസ് കാർഡായിരുന്നു 26/11 അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തത്. അതിൽ തന്നെ മുംബൈ ഭീകരാക്രമണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താജ് ഹോട്ടലിൽ നിന്ന് പുകയുന്ന ഒരു ചിത്രവും മുറിവുണങ്ങാത്ത 17 വർഷങ്ങളെന്നോ ചോരപ്പാട് മാറാത്ത അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ടൈറ്റിലും കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്ററായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു യങ് ആയിട്ടുള്ളൊരു വ്യക്തി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, എന്താണ് ഈ 26/11 എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മറിച്ച് ചോദ്യം ചോദിച്ചു, ഈ 9/11 എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് അതും അറിയില്ല, ഈ 2 കാര്യങ്ങളും പുള്ളിക്ക് അറിയില്ല. 26/11 അറിയില്ല, 9/11 അറിയില്ല. അപ്പോൾ ഞാൻ പുള്ളിക്ക് ഇത് രണ്ടും പറഞ്ഞു കൊടുത്തു. 9/11 ഇന്ന ട്വിൻ ടവർ ആക്രമണവും അതുപോലെ തന്നെ 26/11 പറയുന്നത് മുംബൈ ഭീകരാക്രമണം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളൊന്നായ മുംബൈ ഭീകരാക്രമണമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ആ സമയത്ത് ആലോചിച്ചിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2000-ന് ശേഷം ജനിച്ച, അതായത് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണിത്. അവർ ഈ 2014-ന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 5 കൊല്ലമായിട്ടുണ്ടാവുകയുള്ളൂ ഇന്ത്യയുടെ ഒരു സാമൂഹ്യ സ്ഥിതി അല്ലെങ്കിൽ രാഷ്ട്രീയം, ഈ സാധനങ്ങളൊക്കെ തന്നെയും അവർ പഠിക്കാനും നിരീക്ഷിക്കാനും തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കാരണം അവർ വാർത്തകളൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ അവർ ഇൻഫർമേഷൻസ് എടുക്കുന്നത് കൂടുതലും ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്കോ അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവർക്ക് ഇൻഫർമേഷൻസ്, ന്യൂസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന് മുന്നേ നടന്നിട്ടുള്ള ചരിത്രമോ എങ്ങനെയായിരുന്നു ഈ രാജ്യം റൺ ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ലിവിങ് എക്സാമ്പിൾ ആയിരുന്നു പുള്ളി ഇന്ന് ചോദിച്ച ചോദ്യം. അതായത് ഈ 26/11 എന്ന് പറയുന്ന സംഭവം, ഈ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2008-ലാണ് അത് നടക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടയ്ക്ക് 5200-ന് മുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ഭീകരാക്രമണങ്ങളാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, 10 വർഷത്തിനിടയ്ക്കുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 3650 ദിവസമാണ് അപ്രോക്സിമേറ്റ് ദിവസങ്ങളുടെ എണ്ണം. ഇതിനേക്കാൾ കൂടുതൽ, ഒരു ദിവസം 1 എന്നുള്ളതിനേക്കാൾ കൂടുതൽ കണക്കിൽ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. ആ സമയങ്ങളിലായിരുന്നു ആളുകൾക്ക് തിരക്കേറിയ സ്ഥലങ്ങളിൽ, ടൗണുകളിൽ അല്ലെങ്കിൽ 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ചെന്ന് നിൽക്കാൻ ഭീതി ഉണർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേടിയോടുകൂടെ ആളുകൾ ക്രൗഡിലേക്ക് മാത്രം ചെല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെ, ഒരു 10 വർഷത്തിലൂടെ നമ്മൾ നടന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കടന്നു പോയതിനെക്കുറിച്ച് ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന, രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന തലമുറയ്ക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും അവെയർ അല്ല. അവർ ഏത് രാജ്യത്തായിരുന്നു ജീവിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ടുള്ള എടുക്കുക, ഇപ്പോൾ പഹൽഗാം ആക്രമണം അതല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി ചെങ്കോട്ട ആക്രമണമൊക്കെ സമയത്ത് നമ്മളുടെ രാജ്യത്തെ ഭീകരാക്രമണങ്ങളുടെ എണ്ണം അത്രയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇവർക്കറിയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കാണുന്നത് പെട്ടെന്ന്, അയ്യോ ഇന്ത്യയിൽ ഭീകരാക്രമണം നടക്കുന്നു, പൗരന്മാർ സേഫ് അല്ല എന്ന തരത്തിലുള്ള ഒരു ഭീതിയാണ് ഇവർക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഏതവസ്ഥയിലൂടെ ആയിരുന്നു രാജ്യം കടന്നു പോയിരുന്നത് എന്നതിനെക്കുറിച്ച് ഇവർക്ക് അറിയില്ല. ഇപ്പോൾ ഇന്ത്യയിലെ സൈന്യം അല്ലെങ്കിൽ ഇവിടുത്തെ സുരക്ഷാ ഏജൻസികൾ ആയിരക്കണക്കിന് തീവ്രവാദ ആക്രമണ ശ്രമങ്ങളാണ് അവർ ചെറുക്കുന്നതും പ്രതിരോധിക്കുന്നതും. അതിൽ ഒരേ ഒരെണ്ണം പാളുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊരു ആക്രമണം നടക്കുന്നത്. ഈ 999 ആക്രമണങ്ങളെ നമ്മൾ പ്രതിരോധിച്ചാലും ഈ അവസാനം ഒരെണ്ണം ഫെയിലാവുന്നത് മാത്രമാണ് മുഴച്ചു നിൽക്കുന്നത്. അതിനെക്കുറിച്ചാണ് വിമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ 5200-ന് മുകളിൽ ആക്രമണങ്ങൾ ഈ രാജ്യത്ത് 10 കൊല്ലത്തിനിടയ്ക്ക് നടന്നു എന്ന് ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ വിശ്വസിക്കുക പോലുമില്ല. ഇവിടുത്തെ ജനങ്ങൾ, ഇപ്പോൾ കേരളത്തിലൊന്നും അത്രത്തോളം ഭീതി ഉണ്ടായിരുന്നില്ലെങ്കിലും മറ്റ് പല മെട്രോപൊളിറ്റൻ സിറ്റികൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ, അതുപോലെ തന്നെ മുംബൈ, ഹൈദരാബാദ്, ഗുജറാത്ത്, അഹമ്മദാബാദ് ഒക്കെ പോലെയുള്ള സ്ഥലങ്ങൾ എപ്പോഴും തന്നെ ഒരു ഭീകരാക്രമണ ഭീഷണിയിൽ ഇങ്ങനെ എപ്പോഴും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഭീതിയിൽ നടന്നുകൊണ്ടിരുന്നൊരു ജനത ഇവിടെ ഒരു 10 കൊല്ലം ജീവിച്ചിരുന്നു എന്നുള്ളത് ഇവരോട് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവർ വിശ്വസിക്കില്ല. കാരണം ഇവർക്ക് 26/11 എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നു എന്നോ, ഏകദേശം 3 ദിവസം ഒരു ഇന്ത്യയുടെ ഒരു സാമ്പത്തിക തലസ്ഥാനത്തെ ഭീകരാക്രമണങ്ങൾ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരുന്നു എന്നും 200-ലധികം മനുഷ്യന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് പലർക്കും അറിയില്ല. ഇവരറിയുന്നത് അജ്മൽ കസബിനെ തൂക്കിക്കൊന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലാതെ ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് യാതൊരു ധാരണയില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു 17-ാം വർഷത്തിൽ ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 2008 നടന്ന മുംബൈ ഭീകരാക്രമണം നവംബർ 26 നടക്കുന്നതിന് മുമ്പ് ഏകദേശം 26 തവണയാണ്
ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ കിട്ടിയിട്ടുള്ളത്. അതായത് ഈവൻ അമേരിക്കൻ ചാരസംഘടനകൾ പോലും ഇന്ത്യയെ വാൺ ചെയ്തിരുന്നു, മുംബൈയാണ് ടാർഗറ്റ് എന്നുള്ളത്, കടൽ മാർഗമാണ് തീവ്രവാദികൾ എത്താൻ സാധ്യത എന്നുള്ളത്, ഇതുപോലെ തന്നെ ഏതൊക്കെ സ്പോട്ടുകളിലാണ് ആക്രമണത്തിന് സാധ്യതയുള്ളത്, ബോംബ് സ്ഫോടനങ്ങൾ എവിടെയൊക്കെ നടക്കാം എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഇൻപുട്ടുകൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ഏജൻസികൾക്കും കൊടുത്തിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്തില്ല. അതിലടയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ അത്തരമൊരു അനാസ്ഥയുടെ പുറത്താണ് ശരിക്കും മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. നമ്മളിത് കേവലം ഒരു പൊളിറ്റിക്കൽ ആരോപണം എന്നുള്ളതിൻ്റെ രീതിക്കല്ല ഇത് പറയുന്നത്. പക്ഷെ അതാണ് റിയാലിറ്റി. പേപ്പറിൽ അതാണ് കാര്യങ്ങളുള്ളത്. ഇത്തരത്തിലുള്ള വാണിംഗ് കിട്ടിയിട്ട് പോലും അത് തടയാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു സർക്കാരുകൾക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിൽ പറയപ്പെടുന്നൊരു കാര്യമുണ്ട്, NSD കമാൻഡോസ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് NSD കമാൻഡോസ് ഈ സ്ഥലത്തെത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്, നിയമം പാസ്സാക്കുന്നതൊക്കെ. അതായത് എങ്ങനെയാണ് ഈ ക്രൈസിസ് മാനേജ് ചെയ്യേണ്ടതെന്നും ആ ഒരു ആക്രമണ മേഖല എങ്ങനെയാണ് NSD കമാൻഡോസ് ഏറ്റെടുക്കേണ്ടതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ പോലും ഈ പറയുന്ന NSD കമാൻഡോസിന് കൃത്യസമയത്ത് താജ് ഹോട്ടൽ എത്താനോ അതല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിനെതിരെ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടോ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യം കൂടെ ഈ 26/11 നടന്നു. ഈ അജ്മൽ കസബ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പക്ഷേ ജീവനോടെ പിടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭീകരാക്രമണം മറ്റൊരു മതത്തിൻ്റെ പേരിൽ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൂഢാലോചന തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നതാണ്. കാരണം സമീർ ചൗധരി എന്ന് പറയുന്ന ഒരു വ്യാജ വിലാസം ഉപയോഗിച്ചാണ് അജ്മൽ കസബ് ഇന്ത്യയിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അജ്മൽ കസബിൻ്റെ പോക്കറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യാജ ID കാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രത്യേക മതവിഭാഗം, ഇനിയിപ്പോൾ അത് മതത്തിൻ്റെ പേര് പറയുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല, ഹിന്ദുക്കൾ ധരിക്കുന്നത് പോലെ തന്നെ കയ്യിൽ ചരടും മറ്റു കാര്യങ്ങളും കെട്ടിയിട്ടായിരുന്നു അജ്മൽ കസബ് ഈ ആക്രമണത്തിന് വന്നത്. പക്ഷേ അജ്മൽ കസബ് വിചാരിച്ചത് പരമാവധി ആളുകളെ വെടിവെച്ച് കൊന്നതിന് ശേഷം സ്വയം വെടിയുതിർത്ത് മരിക്കാം എന്നുള്ളതായിരുന്നു. അതോടുകൂടെ ഡെഡ് എൻഡാണ്. പിന്നെ ഈ വ്യക്തിയുടെ മതം എന്ന് പറയുന്നത് സമീർ ചൗധരി എന്താണോ മതം അതാണ് പിന്നെ ഈ അജ്മൽ കസബിൻ്റെ മതം. അജ്മൽ കസബ് കയ്യിൽ കെട്ടിയിട്ടുള്ള ചരടാണ് അദ്ദേഹത്തിൻ്റെ മതം തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഹിന്ദുത്വ ഭീകരാക്രമണം അതല്ലെങ്കിൽ ഒരു ഹിന്ദു തീവ്രവാദി ആക്രമണം എന്നുള്ള രീതിയിലേക്ക് ഇത് മാറ്റാനുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളും ഈവൻ ഈ അജ്മൽ കസബ് ജീവനോടെ പിടിക്കുന്ന സമയത്ത് പോലും, ജീവനോടെ പിടിച്ചതിന് ശേഷം പോലും മുംബൈയിലെ ഭീകരാക്രമണം ഒരു ഹിന്ദുത്വ ആക്രമണമാണ് എന്ന തരത്തിലുള്ള ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഏകദേശം 40 ബുള്ളറ്റുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു കോൺസ്റ്റബിൾ ചെയ്തിട്ടുള്ള അസാമാന്യ ധൈര്യത്തിൻ്റെ മാത്രം ബാക്കി പത്രമാണ് ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഒരു ഹിന്ദു തീവ്രവാദം എന്നുള്ള അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദികളാണ് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമാണ്. അദ്ദേഹം 40 വെടിയുണ്ടകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടും അജ്മൽ കസബിനെ ജീവനോടെ പിടിക്കാൻ സഹായിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതിലാകെ പിടിക്കപ്പെട്ട ഒരു തീവ്രവാദി എന്ന് പറയുന്ന അജ്മൽ കസബ് മാത്രമായിരുന്നു ജീവനോടെ. നമ്മൾ ആ അജ്മൽ കസബിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലൊരു മയ്യത്ത് നിസ്കാരം നടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ വെളിപ്പെടുത്തലുകൾ വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ തലമുറയ്ക്ക് എന്തായിരുന്നു ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്, എത്രമാത്രം അരാജകത്വത്തിലൂടെയായിരുന്നു ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ മേഖലകളൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു ദുര്യോഗമാണ്. സോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെങ്കിലും ഒരു പക്ഷേ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം മനസ്സിലാവും ഈ രാജ്യം 2014 മുമ്പ് വളരെ വേഴ്സ്റ്റായ സിറ്റുവേഷനിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇത് കുറച്ചെങ്കിലും ഒരു മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നതിന് പോലെ കുറച്ചെങ്കിലും ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അവസാനത്തെ 10 വർഷങ്ങളിൽ മാത്രമാണ് എന്നുള്ളത് ആ ഒരു തലമുറ, അതായത് അന്ന് ചെറിയ കുട്ടികളായിരുന്ന ഇന്നിപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നവരായിട്ടുള്ള യുവതലമുറ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.